എല്ലായ്പ്പോഴും സമർപ്പിപ്പാൻ യോഗ്യരായി തീരണമേ. തന്റെ വാദം മുട്ടുന്ന പാപികളെ തിരിച്ചു പ്രീതിപ്പെടുകയും തന്റെ കരുണയും കൃപയും ഞങ്ങളിൽ നിന്ന് തടയാതിരിക്കുകയും ചെയ്യുന്ന ഉത്തമനാഥനും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹാ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപത്തിന്റെയും ദുസ്സഹാരോഗത്തിന്റെയും പീഡനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ പിതാവിന്റെ ആത്മാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. നിന്റെ മാതാവിന്റെ എല്ലാ പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെല്ലാവരിലും കരുണയ്ക്കണമേ. ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും സമയങ്ങളിലും അടിയങ്ങളായ സൂറുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ബലഹീനരും പാപികളുമായ ഞങ്ങൾ തിരുമുമ്പാ സമർപ്പിക്കുന്ന ഈ പരിമളധൂപത്തോടുകൂടി നിന്റെ ശ്രേഷ്ഠ സന്നിധി വണങ്ങി കടങ്ങളുടെ പരിഹാരവും പാപമോചനവും നിന്നോട് യാചിക്കുന്ന ഈ പിതാവിനു വേണ്ടി ഈ സമയത്ത് തിരുസന്നിധി സന്നിധരായിരിക്കുന്ന ശേഷം വിശ്വാസികൾക്ക് വേണ്ടിയും നിന്റെ കാരുണ്യത്തോട് അപേക്ഷിക്കുന്നു. മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ ആണകളാലോ ശാപവാക്കുകളാലോ വ്യാജത്താലോ ലഹരിയാലോ ദൂർത്താലോ ഭക്ഷണത്താലോ പാനത്താലോ കണ്ണുകൊണ്ടുള്ള നോട്ടത്താലോ ചെവി കൊണ്ടുള്ള കേൾവിയാലോ മൂക്കുകൊണ്ടുള്ള ഘ്രാണത്താലോ നാവ് കൊണ്ടുള്ള സംസാരത്താലോ ഹൃദയചിന്തയാലോ ശുദ്ധക്കാരോടുള്ള സാമീപ്യം വഴിയായോ വേദവിപരീതികളോടുള്ള അപേക്ഷയാലോ ഉണർവിലോ ഉറക്കത്തിലോ സാധാന് കഴിയുന്ന എല്ലാവിധ തെറ്റുകളാലോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും അപരാധങ്ങളും പരീക്ഷ ക്ഷമിക്കണമേ. നിന്നെ ഏറ്റു പറഞ്ഞിട്ടുള്ള സകല മനുഷ്യരുടെയും പ്രത്യേകിച്ച് തിരുസന്നിധി വണങ്ങിയുകൊണ്ട് കടങ്ങളുടെ മോചനവും പാപപരിഹാരവും നിന്നോട് യാചിക്കുന്ന ഈ പിതാവിന്റെ പാപങ്ങളെയും നിയമലംഘനങ്ങളെയും നീക്കി മായിച്ച് ക്ഷമിക്കണമേ. ദൈവം തമ്പുരാനെ, അഗ്നിവന്മാരുടെയും മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ആമീൻ എന്ന പ്രതിവാക്യത്തോടുകൂടി ഈ പിതാവിന് പാപമോചനം നൽകണമേ. ബലവാനായ ദൈവം തമ്പുരാനെ, ഹൈലാവോസന്മാരുടെയും ശുദ്ധോനന്മാരുടെയും ആമീൻ എന്ന പ്രതിവാക്യത്തോടുകൂടി ഞങ്ങൾക്കും തിരുസന്നിധിയിൽ വണങ്ങി നിൽക്കുന്ന ഈ ഞങ്ങളുടെ പിതാവിനും ദയവായി പാപമോചനം നൽകണമേ. ദൈവം തമ്പുരാനെ, ക്രോപ്യന്മാരുടെയും ശ്രോപ്യന്മാരുടെയും ആമീൻ എന്ന പ്രതിവാക്യത്തോടുകൂടി ഈ പിതാവിന് പാപമോചനം നൽകണമേ. ദൈവം തമ്പുരാനെ, എല്ലാ സ്വർഗീയങ്ങളുടെയും ആമീൻ എന്ന പ്രതിവാക്യത്തോടുകൂടി ഈ പിതാവിന് പാപപരിഹാരം നൽകണമേ. അലറുന്ന സിംഹം, അമറുന്ന കാള, ചിലയ്ക്കുന്ന കഴിയൻ, നിന്റെ രൂപവും സാദൃശ്യവും ധരിച്ച് ജീവനുള്ള ചക്രങ്ങളോട് കൂടിയ രഥത്തിൽ ഭൂഷിതരായിരിക്കുന്ന അനാദ്യന്ത സ്വയംഭൂവായ നിന്നെ വന്നിച്ച് സ്തുതിക്കുന്ന മനുഷ്യൻ എന്നീ നാല് മുഖങ്ങളോടുകൂടിയ ജന്തുക്കളെ മൂട്ടിയിരിക്കുന്ന
നിന്റെ ബഹുമാനിയുടെ മഹനീയരത്തിൽ നിന്ന് ഞങ്ങളുടെ പാപമോചന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുമാറാണമേ. കർത്താവേ, ഞങ്ങൾക്കും ഈ പിതാവിനും കടങ്ങളുടെ പരിഹാരവും പാപമോചനം ലഭിക്കുമാറാണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഐശായൻ ദാവീദിനെ ശമൂവേൽ രാജാവായി തൈലം പൂശിട്ടിസ്രായേൽ ജാതിക്കധിപതിയായി നിയമിച്ചധികാരം നൽകി ശുശ്രൂഷകന പാത്രത്തെ കാരുണ്യം മൂലം വാഴ്ത്തി നിൻ പാപം മോചിതമെന്നേവം കൽപ്പിച്ചോ ഞാൻ സർവേശദാതാ വിങ്കേഹത്തോടൊത്തെ തൈലത്തെ വാഴ്ത്തേണം സാക്ഷാൽ വിശ്വാസത്തോടെ തൈലം കൈക്കൊള്ളുന്നോർത്തൻ ദോഷം മായിച്ചിടേണം. ഭാരക്കുമോ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോ വടിയും താഴനവും നീക്കിടണമേ. ആനന്ദൈശ്വര്യങ്ങളും മാസാദങ്ങൾ നൽകണമേ. ശ്രീവായുടെ മൻറൂഷ്മായ വിത്വം സേക്കുക ദുഷ്ടനതിൻ ആദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. ോലം വാദാമുൽമൂലം വൽമീനാമീ പരിധിയിൽ വർത്തായി നന്ദനാം യോന തൻവിളി കേട്ടോനെ മത്സ്യത്താൽ അവനെ മൂന്നാം നാൾ തീരത്തെത്തിച്ചോ ദേവാ പ്രാർത്ഥനയാൽ നീ സംയോജി ജാഗ്രതയാൽ യാചന നൽക ഭൂമി ഞങ്ങൾ യോജിക്കാൻ ഞങ്ങൾ കൊണ്ടത്യുത്തമരാം പാർക്കുമോ ജീവന മാർഗമായ കർത്താവേ, ഞങ്ങൾ വന്ദിക്കുന്നു. ഞങ്ങളെ ആത്മാക്കളെ ഉത്തമ സഹചാരിയായവനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മാർഗങ്ങൾക്ക് പ്രകാശമാവനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വലിയവനും ഞങ്ങളെ രക്ഷകരമാണെന്ന് യേശുമിശിഹ എല്ലാ ദേശങ്ങളുമുള്ള വാങ്ങിപ്പോയ ഞങ്ങളുടെ സകല പിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയും നിന്റെ കരുണയിൽ അഭ്യം പ്രാപിച്ച ആത്മാവിന് പാവമോചനവും ശരീരത്തിന് ആരോഗ്യവും നിന്നോട് യാചിക്കുന്ന ഈ ഞങ്ങളെ പിതാവിന് വേണ്ടിയും നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപത്തെ ഞങ്ങളുടെ കൈകളിൽ സ്വീകരിക്കണമേ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങളെ യാത്രയുകയും ഞങ്ങൾ താമസിക്കുന്ന എല്ലായിടത്തും ഞങ്ങളോടുകൂടെ താമസിക്കുകയും ചെയ്യണമേ. ഈ ഞങ്ങളുടെ പിതാവിനെ നിന്റെ കൃപയ്ക്കും കരുണയ്ക്കും അർഹനാക്കണമേ. തന്റെ സകല ഭക്തന്മാരെയും കാത്തുകൊള്ളുന്നവനായ കർത്താവേ, ജയകരമായ സേവ ഞങ്ങളെല്ലാവരെയും മുദ്രകുത്തണമേ. നിന്റെ കരുണയ്ക്ക് തക്കവണ്ണം കൃപയോടെ ഞങ്ങളോട് വർത്തിക്കണമേ.
ഇസ്രായേൽ ജനത്തെ കടലിലും കരയിലും നയിച്ച നിരപ്പിന്റെയും സമാധാനത്തിന്റെയും മാലാക്കാം. രഹസ്യവും പരസ്യവുമായ സർവ്വദ്രവമെന്നും ഞങ്ങളെ യാത്രയെ നയിക്കുകയും ഞങ്ങളുടെ മാർഗത്തെ ക്രമീകരിക്കുകയും ചെയ്യണമേ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ കേൾയോ കൈക്കൊള്ളോർക്കൊക്കെഴും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ പൊതുവിൽ എഴുതിയ ലേഖനത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോ. സ്നേഹായോടെ സ്തുതിയും നമ്മുടെ മേലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചവരായ ദീർഘദർശിമാരെ, നിങ്ങളുടെ കഷ്ടതകളുടെ സഹിഷ്ണുതയ്ക്ക് മാതൃകയായി സ്വീകരിച്ചുകൊള്ളുകയും ഇതാ പീഡനം സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി കരുതുന്നു. ഇയ്യോബിന്റെ സഹനത്തെ നിങ്ങൾ കേൾക്കുകയും കർത്താവ് അദ്ദേഹത്തിന് നൽകിയ അവസാനത്തെ കാണുകയും ചെയ്തുവല്ലോ. കർത്താവ് കാരുണ്യവാനും ദയാലുവുമാകുന്നു. സഹോദരന്മാരെ, സർവപ്രധാനമായി നിങ്ങളാണ് ഇടരുത്. ആകാശത്തെ കൊണ്ടാകട്ടെ ഭൂമിയെ കൊണ്ടാകട്ടെ മറ്റു വിധത്തിലാകട്ടെ അരുത്. പിന്നെയോ നിങ്ങൾ ശിക്ഷാവിധിയിലാകപ്പെടാതിരിക്കാനായിട്ട് നിങ്ങളുടെ വാക്ക് ഉള്ളത് ഉണ്ടെന്നും ഇല്ലാത്തത് ഇല്ലെന്നും മാത്രമായിരിക്കട്ടെ. നിങ്ങളിൽ ഒരുവൻ ക്ലേശത്തിൽ അകപ്പെട്ടെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. സന്തോഷിക്കുന്നുവെങ്കിൽ സങ്കീർത്തനം പാടട്ടെ. രോഗിയായിരിക്കുന്നുവെങ്കിൽ സഭയിലെ കശിഷ്യന്മാരെ വിളിക്കട്ടെ. അവർ അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യട്ടെ. വിശ്വാസപൂർവമായ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിനായിട്ട് പരസ്പരം കുറ്റങ്ങൾ ഏറ്റുപറയുകയും ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ നീതിമാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഏലിയായും നമ്മെ പോലെ പാപപ്രകൃതിയായ മനുഷ്യനായിരുന്നു. ഭൂമിയിൽ മഴ പെയ്യാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. 3 സംവത്സരവും 6 മാസവും മഴ പെയ്തില്ല. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം മഴ തരുകയും ഭൂമി ഫലം നൽകുകയും ചെയ്തു. എന്റെ സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ഒരുവൻ അവനെ തെറ്റിൽ നിന്ന് തിരിക്കുകയും ചെയ്താൽ പാപിയെ മാർഗഭ്രംശത്തിൽ നിന്ന് മനസ്സ് തിരിച്ചവൻ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അവന്റെ പാപങ്ങളുടെ ബോധത്തെ മായ്ക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഹബീബായി ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാത്മാവിനു ശരണം നീതാ. തീരും വരെ നിൻ ചിറകിൻ മറവിൽ ചേർക്കാം. ഹല്ലേലൂയ. നാം അടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ ശംസിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന സുവിശേഷമായ നമ്മുടെ കർത്താവായ ശിവശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന്റെ ജനക്കും സുവിശേഷിക്കുന്ന സുവിശേഷകനായ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസായി നിന്ന് വിശുദ്ധ കന്യമറിയാമെന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത്
പ്രകാരം ഇവ സംഭവിച്ചു. അപ്പോൾ ഒരു വേദപണ്ഡിതൻ യേശു തമ്പുരാനെ പരീക്ഷിപ്പാനായിട്ട് എഴുന്നേറ്റു. ഗുരോ, നിത്യജീവൻ അവകാശപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട്, ന്യായപ്രമാണത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു, എന്താണ് വായിക്കാറുള്ളത് എന്ന് ചോദിച്ചു. അവൻ അദ്ദേഹത്തോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്നും നിന്നെ എന്ന പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് പറഞ്ഞത് ശരിയാണ്, അപ്രകാരം പ്രവർത്തിക്കുക എന്നാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സ്വയം നീതീകരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനോട്, എന്റെ അയൽക്കാരൻ ആരാകുന്നുവെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം അഴിച്ചെടുക്കുകയും പ്രഹരിക്കുകയും പ്രാണനായി വിടുകയും ചെയ്തിട്ട് പോയി. അങ്ങനെയിരിക്കും രാജാവിന് ആ വഴിയെ വരുവാൻ ഇടയാവുകയും അവനെ കണ്ടിട്ടൊഴിഞ്ഞു പോകുകയും ചെയ്തു. അപ്രകാരം തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്ത് വന്നെത്തുകയും അവനെ കണ്ടിട്ടൊഴിഞ്ഞു പോകുകയും ചെയ്തു. എന്നാൽ ഒരു ശമരിയാക്കാരൻ യാത്രയിൽ അവൻ കിടന്നിരുന്നിടത്ത് വരികയും അവനെ കണ്ടിട്ട് അവന് മനസ്സറിഞ്ഞടുത്ത് എന്ന് മുറിവുകളെ കെട്ടുകയും എണ്ണയും വീഞ്ഞും കൊണ്ട് താര കോരുകയും ചെയ്തിട്ട് തന്റെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി അവന്റെ കാര്യത്തിൽ ഉത്സാഹിച്ചു. പിറ്റേ ദിവസം പ്രഭാത സമയത്ത് അവൻ 2 ദീനാറോ എടുത്ത് വഴിയമ്പലക്കാരന്റെ പക്കൽ കൊടുത്തിട്ട്, നീ ഇവന്റെ കാര്യത്തിൽ ഉത്സാഹിക്കുക, അധികം വലുതും ചെലവിടുന്ന പക്ഷം ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറയുകയും ചെയ്തു. ഈ സ്ഥിതിക്ക് കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടവനെ അയൽക്കാരനായി തീർന്നത് ആരെന്നാണ് നിനക്ക് തോന്നുന്നത്? അപ്പോൾ അവനിൽ ദയ ചെയ്യുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, നീയും പോയി അങ്ങനെ പ്രവർത്തിക്കുക എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. പാറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയരായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. പിതാവാം ദൈവമേ, എന്നുള്ള നിരപ്പും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ഞങ്ങളുടെ പിതാവിനും പാവമോദം നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ ശക്തിയാൽ ഈ തൈലം വാഴ്ത്തപ്പെടുകയും സത്യവിശ്വാസപൂർവ്വം ഇതിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന സകലരും ഇതുമൂലം കടങ്ങളുടെ മോചനവും പാപപരിഹാരവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സകല രോഗങ്ങളിൽ നിന്നുള്ള ആശ്വാസവും സുഖവും സ്വസ്ഥതയും പ്രാപിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ പിതാവിനെ കരുണയോട് വീക്ഷിച്ച് സകല കുറ്റങ്ങളും നീക്കി നിന്റെ മഹാകരുണയാൽ വേദനകളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തണമെന്ന് ഈ പിതാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്നെ പ്രീതിപ്പെടുത്തിയവരായ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സുശക്തവും അജയവുമായ നിന്റെ വലത് കൈ ദുഷ്ടന്മാരുടെയും അശുദ്ധ പിശാചികളുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും സംരക്ഷിക്കുമാറാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭവനത്തെയും സത്യവിശ്വാസികളുടെ സകല ഭവനങ്ങളെയും വാസസ്ഥലങ്ങളെയും കാത്തുകൊള്ളണമേ. അവയിലെ നിവാസികൾക്ക് നിന്റെ അടുക്കിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും പാപമോചനവും
കടങ്ങളുടെ പരിഹാരവും നൽകണമേ. അങ്ങനെ അവരിലുള്ള നിന്റെ നല്ലൊരു പ്രവാഹത്തെ അവർ നിത്യവും സ്തുതിച്ച് സ്തോത്രം ചെയ്യുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ പിതാവിന്റെ നെറ്റിക്ക് തൈലം കൊണ്ട് 3 പ്രാവശ്യം, അതിനുശേഷമായി നെഞ്ചത്ത് 3 പ്രാവശ്യം, അങ്ങനെ പാപമോചനത്തിനായിട്ടും കടങ്ങളുടെ പരിഹാരത്തിനായിട്ടും ഇപ്പോൾ തൈലം പൂശി പ്രാർത്ഥന നടത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ അവിടുന്ന് വെടിപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവ് കൂടാതെയോ അവിടുന്ന് ചെയ്തു പോയിട്ടുള്ള കടങ്ങളും പാവങ്ങളും അവിടെ അങ്ങയോട് ക്ഷമിക്കപ്പെടുകയും സകല ദുർവിചാരങ്ങളും പൈശാചികമായ പ്രവർത്തനങ്ങളും അവിടെ അങ്ങിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. നാമത്തിൽ അവിടുന്ന് വെടിപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ അവിടുന്ന് ചെയ്തു പോയിട്ടുള്ള കടങ്ങളും പാവങ്ങളും അങ്ങയോട് ക്ഷമിക്കപ്പെടുകയും സകല ദുർവിചാരങ്ങളും പൈശാചികമായ പ്രവർത്തനങ്ങളും അങ്ങിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. തന്നിലുള്ള മഹാകരുണയാൽ ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ വേദനകളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തിയ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹ, ബലമേറിയ നിന്റെ പലതൃക്കരം നീട്ടി ഈ തലയത്തെയും ഇതിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നവരെയും അനുഗ്രഹിക്കണമേ. ഈ ഞങ്ങളുടെ പിതാവിന് ആത്മീയവും ശാരീരികവുമായ സകല വേദനകളിൽ നിന്റെ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തണമേ. വചനത്താലോ പ്രവൃത്തിയാലോ ചിന്തയാലോ ഉള്ള ഈ ഞങ്ങളുടെ പിതാവിന്റെ സകല തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. പാപകരമായ സകല മാലിന്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഈ ഞങ്ങളുടെ പിതാവിനെ നിർമ്മലീകരിക്കണമേ. ഞങ്ങളുടെ പിതാവിന്റെ ആയുഷ്കാലം മുഴുവനും ഉപദ്രവകരവും പ്രലോഭനപരവുമായ സകല സംഭവങ്ങളിൽ നിന്നും നിന്റെ ദാസനെ സംരക്ഷിച്ച് നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും നിയമങ്ങളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാക്കി തീർക്കണമേ. ഞങ്ങളുടെ പിതാവിന്റെ ശത്രുക്കൾ ഈ നിന്റെ ദാസനെ കുറിച്ച് സന്തോഷിക്കത്തക്കവണ്ണം ഇവനെ ഈ ദാസനെ കൈവിടിയരുത്. ഈ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന സകലർക്കും നിന്റെ കൃപയാൽ സൗഖ്യം നൽകണമേ. നിന്റെ ആഗമനത്തിന്റെ മഹാദിവസത്തിൽ നിന്റെ കൃപയാലും ദയയാലും ഞങ്ങളെല്ലാവരും നിന്റെ കരുണ പ്രാപിക്കുമാറാകണമേ. രണ്ടാമത്തെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുന്നു. മുമ്പത്തേതുപോലെ തന്നെ മൂന്നാമത്തെ ശുശ്രൂഷയും അതേ ഘടനയിൽ തന്നെ തുടരുന്നു. കർമ്മയോടുകൂടി തുടങ്ങി മൂന്നാമത്തെ തിരി ആ സമയത്ത് അതിനുശേഷം കത്തിക്കുകയും ചെയ്തുകൊണ്ട്